ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജിക്കുട്ടൻ ചേട്ടാ, പ്രസാദ് ഏട്ടാ. സ്വാഗതം, സുസ്വാഗതം. പ്രസാദ്, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഒന്ന് ചുള്ളനായ പോലെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും. ചില കളറുകൾ, ചില പ്രസരിപ്പുകൾ, ഷർട്ടിന്റെ സ്റ്റൈലൊക്കെ മാറ്റി കോമ്പറ്റീഷൻ കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പം കവർ ചെയ്ത് കളയും ഞങ്ങള്. മത്സരിച്ച് ഇതുപോലെയാണ് നമ്മുടെ സ്കിറ്റിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് ഓരോ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണോ മത്സരിക്കുന്നത് അതുപോലെ വീറും ഭാഷയിൽ ഒരു പോസിറ്റീവ് മത്സരം അല്ലേ? ആ മത്സരം നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യാറ്റിങ്കര കല്ലുപാലം ചിറ്റുടയാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിലെ പിന്നെ ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ഉണ്ട്. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പിന്നെ ആദ്യത്തെ സ്കിറ്റ് വെക്കാം. സുധീഷ് മുള്ളൂരുണ്ട്, നമ്മുടെ ബിജു ചേട്ടനുണ്ട്, കൂടെ സൂര്യയുണ്ട്. നല്ല കൈഡി കേട്ടാ. വെള്ളാരം കുന്നിലേറി മുന്നാടി പൂവു തേടി വിണ്ണോളം കൈനീട്ടി അയ്യോ, ആദ്യം കടയിൽ പോയി ഒരു വിജാഗിരി വെക്കണം. ഇടത്തോട്ട് നടന്നു കഴിഞ്ഞാൽ വലത്തോട്ടാ പോണത്. ആഹാ, സന്ധ്യ സന്ധ്യക്കെന്തിനു സിന്ദൂരം, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ മക്കളെ കൈ 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 വെക്കിറാ. സമ്മതിക്കില്ല പറഞ്ഞാല് എക്സർസൈസ് മുടക്കില്ല, അത് വലിയൊരു കാര്യ. എന്താ പിന്നെ തന്നെത്താനങ്ങ് ചെയ്താ മതി. ചാറ്റയോ മുട്ടയോ വിഴുങ്ങിയോ? ഇപ്പൊ ചത്തനെ ഞാൻ കൊലപാതകയാണല്ലോ ഇപ്പൊ. മക്കളെ, എനിക്കാണെങ്കില് ഭയങ്കര വിശപ്പടി. എന്റെ മനുഷ്യ, രാവിലെ നിങ്ങൾക്ക് ഒരു മുട്ട വന്നാലേ പിന്നെന്തിനാ ഇപ്പഴത്തെ വിഴുങ്ങാൻ പോയത്? അതിന്റെ കുരു ചെറുത്. അതെ, ഈ കോഴിയൊക്കെ ഇറന്ന മുട്ടയ്ക്ക് ഒരളവുണ്ട്, അത് വലിയതാക്കാനുള്ള മാജിക്കൊന്നും എന്റെ കയ്യിലില്ല. മക്കളെ, നിനക്കറിയാലേ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുക. അച്ഛാ, എന്തിനാ നാളേക്ക് വെക്കണേ? ഇന്ന് തന്നെ അങ്ങോട്ട് പോക്കൂടെ? എണ്ണ വർത്താനം പറയാതെ. അയ്യോ എടി, ഇത് നല്ല പാലാണോടി? അയ്യോ, അത് അമേരിക്കന്ന് ഇപ്പൊ വരുത്തിയതേ ഉള്ളൂ. ആക്കിയതാടി? അല്ല, കാച്ചിയതാ. വേണം കെടുത്ത് കുടിക്കാം. എവിടത്തെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. അച്ഛോ, ഓ അച്ചോ, പുന്നകൈ പുന്നകൈ. ആദ്യം തന്നതിന്റെ പണി തിരിച്ചു തന്നതല്ലേ? പണ്ടൊക്കെ പിന്നെ ഇപ്പൊ അപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അകത്ത് അപ്പവും ഞണ്ടേറി ഇരിപ്പുണ്ട്, അത് പോയി തിന്നണം. ഒരു സാധനം വെച്ചുണ്ടാക്കാൻ പറ്റില്ല മനുഷ്യ. കുറഞ്ഞ പൂച്ച ഈ മനുഷ്യനെ കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടായി. ചേട്ടാ, ഇങ്ങനെ ചേട്ടാ ചേട്ടാ. കീറിയത് അങ്ങ് കേക്കാം പഞ്ചായത്ത് ഓഫീസില്. കീറിയല്ല, നിന്റെ അഴുക്ക വാ കീറിയത്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അച്ഛന് പാലും മുട്ടയൊക്കെ കൊടുത്തായിരുന്നല്ലോ. 24 മണിക്കൂർ പാലും മുട്ടയും കഴിക്കാൻ അങ്ങേര് അരിപ്പേരും പാമ്പോ. പൈസ നമ്മൾ ബഹുമാനിക്കണം. അവര് പ്രാവിയാണ്ടല്ലോ, എഴുന്നേറ്റം പിടിക്കൂല എന്റെ പൊന്നപ്പി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിര്. ഇപ്പൊ അകത്തോട്ട് പോയ മുതല് എന്റെ അച്ഛനാണോ? അല്ല. നിങ്ങളുടെ അച്ഛനാണോ? അല്ല. ആരുടെ അച്ഛനാ? ഇത് നിങ്ങളെ വായിന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ചോദിച്ചത്. ഇതാണ് നിക്കുന്ന ആരാന്നറിയോ? പരസഹായം പപ്പൻ, എന്റെ കെട്ടിയോനാ. അങ്ങേര് ചെയ്ത സഹായാണ് ഇപ്പൊ അകത്തോട്ട് പോയത്. എന്റെ പൊന്നളിയാ, ഞാൻ ഒരു കാര്യം പറയാം. അളിയാ, ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ മെമ്പർ പണിയിൽ എനിക്കൊരു തൃപ്തനല്ല. പരസഹായം ചെയ്യണം. പരസഹായം ചെയ്യുക എന്നുള്ള എന്റെ ജീവിതാഭിലാഷം. പരസഹായം ചെയ്തില്ലെങ്കിൽ പരസഹായം പപ്പൻ എന്നുള്ള പേര് എന്തിനടാ എന്റെ അച്ഛനും എനിക്കിട്ടത്. കഴിഞ്ഞ മാസം അളിയാ, ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ഒരുത്തം വിളിച്ചു പറഞ്ഞു, അളിയാ വെളിയിലൊരു അപ്പൂപ്പൻ തലയിറങ്ങി കിടക്കണം. ഞാൻ നോക്കിയപ്പോൾ അകത്തോട്ട് പോയില്ല ഒരു സാധനം, അത് തലയിറങ്ങി കിടന്ന്. ഞാൻ എടുത്ത് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി ഒരു പരസഹായം, അത്രയല്ലേ ഉള്ളൂ. 4 നേരം കഞ്ഞിയും വെള്ളവും കുടിച്ച് കിടക്കട്ടെന്ന് വിചാരിച്ചു. അത് തെറ്റാളിയാ പറഞ്ഞത്. കഞ്ഞിയും വെള്ളാണെങ്കിലും ഒക്കെ പോയ മുതല് പൊറോട്ടയും ബീഫിലാണ്ട് ഇറങ്ങൂല. ഞാൻ അവിടെ പോയി ഉണ്ടാക്കും. ഞാൻ ഇപ്പൊ എന്തോന്ന് ചെയ്യണം? നിങ്ങൾ ആ കഴിഞ്ഞ മാസം സുരേന്ദ്രനെ നിങ്ങൾ പരസഹായം ചെയ്താ? അളിയാ, ഒരാള് ബോധം കെട്ട് കിടക്കുമ്പോ അവിടെ ചെന്ന് നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് തെറ്റല്ലേ? ആ ഒരു പരസഹായം ചെയ്ത അത്ര തന്നെ. അത് ശരിയാ. ഒരാൾക്ക് കൃത്രിമ സഹായം കൊടുക്കുന്നത് എത്ര സമയം? 1 മിനിറ്റ് ഇല്ലെങ്കിൽ 2 മിനിറ്റ് ഇല്ലേ? 1/2 മണിക്കൂറാണ് ആ മനുഷ്യനെ ചുണ്ടയെ കടിച്ചു പിടിച്ചിരുന്നത്. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒടുക്കത്തെ പ്രണയ എന്നോട് ഡൈവേഴ്സ് ചെയ്ത് പൊക്കോളാൻ. അത് പറ്റി, നീ അത് വീട് അതിൽ കിടന്ന് കടിച്ചു തൂങ്ങാതെ. അത് വിട്ടു. ഇതൊന്നല്ല ഇവിടുത്തെ വിഷയം. വൈകുന്നേരം 4 മണിക്ക് നിങ്ങളുടെ അച്ഛന് കായ വറുത്തുണ്ടാക്കി കൊടുക്കണം. വൈകുന്നേരം 4 മണിക്ക് നിങ്ങളുടെ അച്ഛന് കായ വറുത്തുണ്ടാക്കി കൊടുക്കണം. പതുക്കെ പറയടി.
വൈകുന്നേരം 4 മണിക്ക് നിങ്ങളുടെ അച്ഛന് കായവൃത്തം ഉണ്ടാക്കി കൊടുക്കണം. നീ ഒന്ന് അടങ്ങടി, നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന്. എന്തോന്ന് ചെയ്യുന്നത്? ഇവിടെ ഓരോ കാര്യങ്ങളായിട്ട് മനുഷ്യ ഭ്രാന്തെടുത്ത് ഇങ്ങനെ ഇടയിൽ നീ പിന്നെ കായ പുറത്തത് ക്യാമറ എന്ന് പറഞ്ഞോണ്ട് നിന്ന് കഴിഞ്ഞാ നിങ്ങളെ കെട്ടുന്നതിന് മുമ്പ് എനിക്ക് വല്ല കഴുതാനും കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അയ്യോ, ബന്ധുക്കളെ കെട്ടിക്കൂടെ അറിഞ്ഞൂടെ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനില്ല. ആവശ്യമില്ല സംസാരിക്കുന്നു. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പരസായം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങോ? പരസായം പറഞ്ഞാൽ പുറത്തിറങ്ങും. ഇറങ്ങോ? ഇറങ്ങും. ഇറങ്ങോ? ഇറങ്ങും. ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങോ? ഇറങ്ങും. നിശാശം തൊട്ടുണർത്തും യാമമാർന്നറും നീലാക്കുളിൽ ഒന്നു ചേരും നീലമ സൂര്യ ഒന്ന് താഴുന്നവരെങ്കിലും ക്ഷമിക്കാനുള്ള നിനക്ക് എന്താടായി കാണിക്കണേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വന്നെന്ന് തൊട്ട് ഞാൻ നോക്കുവാണ്, ഇവിടെ ഒരു ഓണമില്ലല്ലേ? ഈ പിള്ളേരെ കൊണ്ടെങ്കിൽ ഒരു രസമായിരുന്നു. നിങ്ങൾക്ക് കൊച്ചുങ്ങളില്ലേടേ? എന്റെ പൊന്നച്ഛാ, 24 മണിക്കൂർ പരസായം എന്ന് പറഞ്ഞ് നടക്കാം. വീട്ടിലൊന്ന് കേറണ്ടേ? എടാ, പരസഹായം എന്ന് പറഞ്ഞ് നടക്കുന്നതിന്റെ ഇടയില് ഒരു മന്ത വെള്ളം കുടിക്കാനെങ്കിലും വല്ലപ്പോഴും വന്ന് കേറണം കേട്ടാ. മാമനിപ്പോ എന്താ വേണ്ടത്? മക്കളെ, ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോ. ഈ വെളി കിടന്ന് മടുത്ത് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ കട്ടിലിൽ കിടക്കും. വൈകുന്നേരം അഡ്ജസ്റ്റ് ചെയ്ത് വൈകുന്നേരം പോകുന്നു. പോണില്ലേ? ഫോണില്ലാത്തോണ്ടല്ലേ ഇന്നലെ നിന്റെ ഫോൺ മേടിച്ച് എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചത്. ഇനി ഞാൻ മൊബൈൽ ഫോണും കൂടി മേടിച്ചു തരാം. മൊബൈൽ മേടിച്ചു തരുമോ? അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മക്കളെ. എന്താ മക്കളെ? ഇന്നലത്തെ പോലെ ഞണ്ട് കറി വെക്കരുത് കേട്ടോ. അത് ആ ഞണ്ട് കടിച്ചു പറിച്ച് തിന്നാൻ പറ്റാ പാട് എനിക്കേ അറിയത്തോളേ. ഇന്നലെ ഞണ്ട് കറി വെച്ചാ? ഞണ്ട് വെച്ചില്ല. പിന്നെ ചേട്ടാ, ഇന്നലെ ഞാൻ തലയിൽ കുത്തുന്ന ക്ലിപ്പ് കാണുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അതായിരുന്നു തോന്നുന്നു. തീയല് വീണ് അതാണ്. അതെടുത്ത് തിന്ന് ഇന്ന നാളെ തീരുന്നു. ആ ഞണ്ട് കറി മേടിക്കല്ലേ? ഇല്ല ഇപ്പോഴും കിടന്ന് കുത്തണത് വയറ്റിൽ കിടന്ന്. വേറെ ബീഫ് കിട്ടുവാണെങ്കിൽ മേടിക്കട്ടാ. മാച്ചേരാ. അയ്യോ എടി സന്ധ്യ, പ്രാന്തി പാവ അച്ഛനല്ലേ. ആ അച്ഛന്റെ വായി നോക്കിയിരിക്കും. കൊണ്ടുപോയി വാടക അടച്ചോളണം. ഇന്ന് വാടക അടയ്ക്കാനുള്ള അവസാന ഡേറ്റ് ആണല്ലോ എന്റെ പൊന്നു ദൈവമേ. വാടക കൊടുക്കണം. വാടകന്റെ വായിരിക്കണ തെറി വിളി കേൾക്കാൻ വയ്യ. പരസഹായം പപ്പന് പിന്നെ വേറെ എന്തോ. മക്കളെ, ഓ മാനെ മാനാ അല്ല മോനെ, മോനെ എന്റെ കൂട്ടുകാരനെ ഇന്നലെ വിളിച്ചില്ലടാ. അവൻ ആശുപത്രിയില്ല. അവൻ അവിടെ നിറക്കണമെങ്കിൽ ഒരു 2000 രൂപ വേണം ഡിസ്ചാർജ്. എന്റെ പൊന്നച്ചാ, എനിക്ക് വാടക കൊടുക്കാനുള്ള പൈസയാണ് എന്റെ. പെൻഷൻ കിട്ടുമ്പോ അങ്ങ് തരാ. അത് സന്ധ്യ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം. വാടക ഒരു 10,000-3000 രൂപ താടാ. അവള് കുടുംബശ്രീന്ന് ലോൺ എടുത്തോണ്ട് വന്ന പൈസ എന്നത്. നീയാണോടാ ഇത് പറയണേ? ഞാൻ എന്തോ കരുണാമയനെ, കാവൽ വിളക്കേ, നന്മ മരമേ, നീയാണോടാ പറയണ പൈസ താടാ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ. കരുണാമയനേ കാവൽ വിളക്കേ ഡയലോഗിലങ്ങ് വീണ്. മക്കളെ, വൈകുന്നേരം പോവും കേട്ടാ. ചെല്ലി പോയല്ലേ? അല്ല, അച്ഛൻ വൈകുന്നേരം പോവുള്ളൂ. അച്ഛനല്ല, ആ പൈസ പോയെന്ന്. അത് പോയി പൈസ നമുക്ക് ഒപ്പിക്കാലോ. വാടകയുടെ കേസ് തന്നെയല്ലേ. എന്റെ ദൈവമേ, ഇങ്ങനെ ദൂർത്തടിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടു പഠിക്കും മനുഷ്യ. എന്തോന്ന് ഒരു ദൂരത്തില്ലാണ്ട് എത്ര അന്തസ്സായിട്ട് എന്റെ മനുഷ്യ അച്ഛൻ ജീവിക്കുന്നത് അറിയോ? നാട്ടുകാർ തല്ലിക്കൊന്നില്ല ഇതുവരെ. എന്തോന്നിന്? ഒരു തോർത്തോലും കാണുന്നിട്ട്. തോർത്തല്ല, ഒരു തരി ദൂരത്തില്ലാണ്ടാണ് എന്റെ അച്ഛൻ ജീവിക്കുന്നത്. ഒന്നും ഇല്ലല്ല. അവിടെ നിന്നത് ഇവിടെ നിന്നത് എല്ലാം കണക്കാ. അത് തന്നെ. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴോർത്തെ അച്ഛന് ഭയങ്കര പരാതി ഉണ്ട് കേട്ടോ. എന്തോ പരാതി? ഇങ്ങനെ എന്റെ അച്ഛനെ വിളിക്കാത്തെ? അതാണോ പരാതി? പരാതി ഇപ്പൊ തീർത്ത് കളയാം. നിന്റെ അച്ഛന്റെ എന്തോന്നാ നീയല്ലേ പറഞ്ഞ അച്ഛനെ വിളിക്കാൻ? എന്റെ അച്ഛനെ വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, അച്ഛനെ ഫോൺ ചെയ്യുന്ന കാര്യ പറഞ്ഞത്. ആ, എങ്ങനെടാ ഫോൺ ചെയ്യണത്? 24 മണിക്കൂർ ആ കണ്ട ബിസിയാണ്. വിളിച്ച അത് അമ്മയെ വിളിക്കുന്നതല്ലേ? അമ്മ കേട്ടാ, അമ്മയെ വിളിക്കണേന്ന്. തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങണ കിളവിയെ വിളിക്കണേന്ന്. രാത്രി 3 മണിക്ക്. അതൊക്കെ നമ്മള് പൊക്കണുണ്ട് ഒരു ദിവസം കേട്ടാ. അതൊക്കെ നമ്മള് പൊക്കണുണ്ട്. മാറി നില്ല അങ്ങോട്ട്. ആ, നല്ല കാര്യം. ജോലി ചെയ്തോട്ടെ. അങ്ങനെ വല്ല നല്ല കാര്യം ചെയ്യാം. അത് മുഴുവൻ വെട്ടിയിടണേ. ആര് വെട്ടിയിരുന്നത്? പിന്നെ ഇപ്പൊ എന്തോന്ന് ചെയ്യുന്നു? അത് അടുപ്പിലത്തേക്കല്ല. പിന്നെ നമ്മളെ പൈങ്കിളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബില്ലേ, അവിടുത്തെ പിള്ളേർ പറഞ്ഞിരുന്ന അവിടുത്തെ ക്രിക്കറ്റ് കളി മത്സരമാണ്. അപ്പൊ മടൽ കൊണ്ട് ഒരു ബാറ്റ് ഉണ്ടാക്കി കൊടുക്കാന്ന് പരസഹായം പാപ്പയാറ്റ് വെട്ടിക്കൊടുക്കട്ടാ. മനുഷ്യന് ഞാൻ എന്തോന്ന് ചെയ്യാം? നിങ്ങൾ ഈ പരസഹായം ഇതുവരെ തീരില്ലേ? എന്റെ പരസഹായം മാറങ്ങോട്ട്. നിങ്ങൾ ഒരു ബാറ്റ് ഇവിടെ ഉണ്ടാക്കണ്ട കേട്ടാ. എന്തോന്ന് പറയാ? കാര്യം പറയാൻ മനസ്സിലാവുന്ന പരസഹായം. ഒരു ആശുപത്രി കേസ് ഒരു 2000 രൂപ വേണം. ഒരു ആശുപത്രി കേസ് ഒരു 2000 രൂപ വേണം. ആശുപത്രി കേസാണ്. 2000 രൂപ വേണം. പിന്നെ ആകെ 2000. ആശുപത്രി കേസ്. ആശുപത്രി കേസടി. തലയ്ക്ക് വെളിവില്ലാത്തവളെ. ആശുപത്രി കേസ്. ഞാൻ പുറത്തോട്ട് പോകുമ്പോ എവിടെയെങ്കിലും വീണ് കിടന്നു കഴിഞ്ഞാൽ ഞാൻ ചെന്ന്, അല്ലെങ്കിൽ നീ ചെന്ന് ഒരാടുത്ത്, ചേട്ടാ എന്റെ ചേട്ടൻ സുഖമില്ല കിടക്കും, 2000 വേണമെന്ന് പറഞ്ഞാൽ ആയിരിക്കും തരണ്ടേ? അല്ല,
ആ പോയത് ഏത് നാട്ടുകാരനാ? പേരറിയോ? ഫോൺ നമ്പർ അറിയോ? അയ്യോ അപ്പൊ അതും പോയി. ഇങ്ങനെ എടി നീ ഒന്ന് അടങ്ങടി. അത് നമ്മൾ ഒരു ആശുപത്രി കേസിന് നല്ലൊരു പ്രവൃത്തിയാണ് കൊടുത്തത്. പരസഹായം പപ്പൻ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ കാശ് പോയി. പൈസ ആശുപത്രി കേസ് പെട്ടെന്ന് തീർന്നു. പെട്ടെന്ന് തീർന്ന് ഇത്ര പെട്ടെന്ന് വന്നാ? അത് സംഭവം അറിയുമോ? ഞാനൊരു ഓട്ടോ വിളിച്ചാണ് വന്നത്. അപ്പൊ അവന് പൈസ കൊടുത്തില്ല, അവൻ തലമണ്ട അടിച്ച് പൊട്ടിക്കുമല്ലോ. അപ്പൊ എടുത്ത് ആശുപത്രി കൊണ്ടുപോകല്ലോ. അപ്പൊ 10,000-2000 രൂപ ആവശ്യമില്ലേ? അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ 2,000 രൂപ ഓട്ടോക്കാരന് കൊടുത്ത് ഇപ്പൊ ആശുപത്രി കേസ് ഒഴിവായില്ലേ? അങ്ങനെയാണ് പറഞ്ഞത്. അത് വിദഗ്ധമായ തേച്ച് കളഞ്ഞല്ലേ അല്ല അത് വാടക കൊടുക്കാനുള്ള പൈസ. അല്ല ഇത് ആരെ മനസ്സിലായില്ല എനിക്ക്. ഞാനൊരു കാര്യം പറയാം. എനിക്ക് അച്ഛനില്ല. അയ്യോ ടെസ്റ്റോ വിശ്വസിച്ചു. നാട്ടുകാരെ വിളിയടി. കാണീരടി വിളിച്ച് കാണീരടി. അങ്ങനല്ല, എന്റെ അച്ഛന്റെ കാര്യം പറയാനാ വന്നത്. എന്റെ അച്ഛനാണെങ്കിൽ മാരകമായ ഒരു അസുഖമുണ്ട്, മൽബറി ജ്യൂസ്. അത് കുടിക്കുന്ന സാധനമല്ലേ? അല്ലേ, ഓർമ്മയൊക്കെ നഷ്ടപ്പോവല്ലോ. മെമ്മറി അതന്നെ. പോരാത്തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കും. അത് സോമൻ ആംബുലൻസാ. അവന്റെ ആംബുലൻസ് അല്ല, സോമന്റെ പെട്ടിയാട്ടാർച്ച. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണത്. അങ്ങനെ സോമനാംബുലിസം അങ്ങനെ ഒരു അസുഖം കൊണ്ട് ഒരു മെമ്പറെ ഭാര്യയായിട്ട് ഇങ്ങനെ നടക്കണ്. അങ്ങനെ അച്ഛനെ തിരക്കി വന്നെയാണ്. അതെ. ആ. എന്താണ് പേര്? ഒരു നിമിഷം. ഹലോ മിസ്റ്റർ ഒരു നിമിഷം, പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അതല്ല, എനിക്ക് ഒരു നിമിഷം തരും. എനിക്ക് 2 കാര്യം പറയാണ്ട്. ഒരു നിമിഷം തന്നാ എനിക്ക് 2 കാര്യം പറയാണ്ട്. രാഹുൽ ഈശ്വറിന്റെ ബന്ധുവാണോ? അതാണ് ഒരു വാക്കി കിടന്ന് കടിച്ചു തോന്നുന്നത്. അതാണ്. അതല്ല, എനിക്കൊരു കാര്യം പറയണം. പറയൂ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അച്ഛൻ മിസ്സിങ്ങാ. അച്ഛൻ പോയത് വെറുതെ അല്ല. പെങ്ങളെ കെട്ടിക്കാൻ പറ്റിട്ടുള്ള 10 പവന്റെ സ്വർണം 20 ലക്ഷം രൂപയും കൊണ്ടാ വന്നത്. അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് എന്തോ പരോപകാരി പപ്പൻ. ആരാ പരസഹായം പപ്പനം കണ്ടു കൊണ്ടുവന്നു. അത് ആര്? ആരാ അത്? നിങ്ങളെ അവ എന്തിനു ഓടിയത്? അല്ല, അത് നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പരസഹായം പപ്പനപ്പം നിങ്ങളല്ലേ. എന്റെ അച്ഛൻ എവിടെ? നിങ്ങൾ ധൈര്യമായിട്ടിരി. അച്ഛൻ എവിടെ? 25 പവനും 10 അല്ല, നിങ്ങൾ അച്ഛൻ സുരക്ഷിതനായി ഞങ്ങളെ ഭവനത്തിലുണ്ട്. സുരക്ഷിതനല്ല, പൈസ കിട്ടണം. അതാദ്യം കിട്ടണം. എനിക്ക് അത്രയും മതി. അതിൽ പിടിക്കാൻ തോന്നുന്നു. നീ സംസാരിക്കല്ലേ, ആണുങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കല്ലേ. അച്ഛനെ വിളിക്കാം. നിങ്ങൾ അച്ഛൻ ആരായിരുന്നെന്നാ പറഞ്ഞത്? പഴയ RD ഓഫീസർ. ഇതിനൊക്കെ ഓഫീസ് ഉണ്ടോ? എന്തുവാ? ആർത്തിക്കൊക്കെ RD ഓഫീസർ എന്നല്ല, പിന്നെ RD ഓഫീസർ. RD ഓഫീസർ. നീ ചുമ്മാരി. ഒരു RD ഓഫീസറെ വഴിയിൽ ഉപേക്ഷിച്ച മകന്റെ അടുത്ത് എനിക്ക് പലതും ചോദിക്കാനുണ്ട്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. എടാ, പന കണക്ക് നിക്കുന്നില്ലേ? കണ്ടൂടെ? ഉളുപ്പുണ്ടാടാ, ഉളുപ്പ്. പിന്നെ ഉടുപ്പല്ലേ ഇട്ടേക്കണത്? കണ്ടില്ലേ? ഇവന് കണ്ണി കുരു. അതല്ല, നാണോ മാനോ ഉണ്ടാന്ന്. നാണോ മാനം ഉള്ളോണ്ടല്ലേടാ ഇത് ഇട്ടേക്കണത്? ഞാൻ ഇതൊക്കെ ആരെടുത്താ പറയണത്? അപ്പൊ നീ ഇത് ഇത്ര നേരം എന്റെ അടുത്തല്ലടാ പറയണത്. നീ ഇത് നിനക്ക് ചെബുത്തയില്ലടാ നിനക്ക്. നീ എന്റെ അടുത്തല്ലേ പറയണത്? അച്ഛനെ വിളിയെന്ന്. ഒരു കാര്യം പറയട്ടെ, അച്ഛനെ കാണാനില്ലെന്ന്. നീ പറഞ്ഞ അലമാരയുടെ ഇടയിൽ അലമാരുടെ അടുത്തൊന്നും കാണാനില്ലെത്താ പറഞ്ഞത്. കാണാനില്ലെന്നാണോ പറഞ്ഞത്? അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ? അച്ഛൻ കുളിക്കുന്നു. പുട്ട് തിന്നണമെന്നാ? കുളിച്ചോണ്ട് പുട്ടി തിന്നും. അങ്ങനെ അച്ഛൻ ചെയ്യൂലല്ലോ. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര വെറൈറ്റിയാണ്. ഉറങ്ങിക്കൊണ്ട് കുളിക്കും, കുളിച്ചോണ്ട് തിന്നും. അച്ഛൻ എവിടെ? അച്ഛൻ മാറാ. അവ ഇനി തിരിച്ചിറങ്ങി വരുമ്പോ അച്ഛൻ ഇല്ല എന്ന് കാണും. എന്തെങ്കിലും അഭിനയിച്ച് പൊളിപ്പിച്ചോളണം. അഭിനയിച്ചാ മതിയാ. എന്തെങ്കിലും അവനെ ഇവിടെ നോട്ടിച്ചോളണം. കാണുന്നില്ല. രക്ഷപ്പെട്ട് ഇവന്റെ കാഴ്ച അടിച്ചു പോയി. കാണുന്നില്ലെന്നല്ല, അച്ഛനെ കാണുന്നില്ല. ഇല്ലേ? അച്ഛനവിടെ ഇല്ലേ? എന്താ കഥ? ഇത്തിരി നേരത്തെ നാം കണ്ടതാണേ. സ്ഥലം കഴിക്കാൻ പോയി അച്ഛനോട് ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങടാ പോയേട്ടാ? അറിയില്ലട്ടോ. ഈ തൃശ്യന്ത്യ സമയത്തെ വിളക്ക് കത്തിക്കാൻ സമയമായിരിക്കും കേട്ടോ. ഞാൻ നൈസായിട്ട് അങ്ങ് അതോട്ട് എസ്കേപ്പ് ആവട്ടോ. ഒറ്റക്കിട്ട് പോയ ചെവിക്കൽ അറിഞ്ഞ പളക്കൂട്ടോ. കോണില്ലാട്ടോ. രണ്ടും കൂടി വള്ളുവരാടം ഭാഷയിലങ്ങ് തകർത്ത് അഭിനയിക്കാനല്ലേ? എന്നാന്നേ അതെങ്ങനെ വന്നു പോണതാ. അച്ഛൻ എവിടെ? പറ. അച്ഛനെ കാണാനില്ല. അകത്ത് നോക്കിയപ്പോ കാണാനില്ല അച്ഛനെ. അത് സംഭവം എന്താണെന്നറിയാമോ? നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ അച്ഛൻ അവിടെ നിന്ന് പിണങ്ങി ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ ശബ്ദം കേട്ടതും അച്ഛൻ അടുക്കള വാതിൽ തുറന്ന് വെളിയിലിറങ്ങി ഇത്രയടി പൊക്കമുള്ള ഒരു മതിലിന്റെ ഇപ്പുറത്തൊരു സ്റ്റൂൾ വെച്ചിട്ട് ചവിട്ടി അതിന്റെ മണ്ട കയറി ബാക്ക് വഴി എസ്കേപ്പ് ആയി. എടാ ജിത്തു ജോസഫേ, ഇല്ല പപ്പ എന്നെ കൊണ്ട് എങ്ങനെ കഴിയുന്നടാ മിനിറ്റിന് ഇങ്ങനെ കള്ളം പറയാൻ? പപ്പനല്ല, നിനക്ക് പറ്റിയ പേര് ജിത്തു ജോസഫ്. കള്ള കഥ പറയണ്ട. ഞാനൊരു കാര്യം പറയാം, ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചാൽ ഞങ്ങൾക്ക് പുല്ലാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം, CBI വിളിക്കും. CBIയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാല്ലേ? അതല്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അവര് വന്നു കഴിഞ്ഞാൽ ഈ കേസ് തെളിയിക്കും. സത്യം പറഞ്ഞ എന്റെ അച്ഛന്റെ പൈസ ഒക്കെ എടുത്തിട്ട് എവിടെ കുടിച്ചിട്ടത്? ഒന്നാണോ എന്റെ അച്ഛനെ?
ഞങ്ങളൊന്നും ചെയ്തില്ല. ഒരു മിനിറ്റ്. ആ മനുഷ്യന് ഞാൻ പറഞ്ഞു, അപ്പോഴേ പറഞ്ഞത് വേണ്ടാത്തൊന്നും എടുത്ത് തലയിൽ വെക്കരുത്. ഞാൻ പിന്നെ ഹലോ ആണോ? ആ കലിപ്പായി നാട്ടുകാരെല്ലാം കൂടെ വരുന്നു. പെങ്ങളെ. ആ അങ്ങളെ. അളിയാ അളിയനോ? പെങ്ങളാ വിളിച്ചെന്ന്. അങ്ങനെയാണോ പറഞ്ഞത്? ആ പെങ്ങളെ വിളിച്ച് പറഞ്ഞ അച്ഛൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന്. ആ അങ്ങ് ഓടി അങ്ങ് ചെന്ന് കുരങ്ങണക്ക് ചാടി അച്ഛൻ വീട്ടിൽ ചെന്നിട്ടുണ്ടെന്ന്. ആ സ്വർണവും പണവും ഒക്കെ കൂടി അവിടെ അടുക്കളയിൽ ഒരു ഉറിയിലിട്ടേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഉറിയില്. ഉറി. അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ പോട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ കല്യാണമാണ് പെങ്ങടെ. തലേന്ന് അങ്ങ് ഇറങ്ങിയേക്കണം. തലേന്ന് എങ്ങനെ ഇറങ്ങാ? വീട്ടിൽ നിന്നല്ലേ ഇറങ്ങാ? എന്റെ പൊന്നോ, എങ്ങനെ സഹിക്കുന്നത്? അവൻ പോവായിരുന്നു. പോട്ടെ പോട്ടെ. അച്ഛാ, ഇനി മേല ഒരു മനുഷ്യനെ ഞാൻ പരസഹായം ചെയ്യൂല. നിങ്ങളുടെ ഈ പരസഹായം കാരണം ഇത് ഇത്രാമത്തെ പ്രാവശ്യം പറയും ഇങ്ങനെ ഓരോ കുരുക്ക് വന്ന് വീണത്. ഞാൻ നിർത്തി, എന്റെ അമ്മ സത്യമായിട്ട് നിർത്തി. ഇനി പരസഹായം പപ്പൻ വേണമെങ്കിൽ അവനവന്റെ കാര്യം നോക്കി ജീവിക്കും, അത്ര തന്നെ. നിന്റെ തലയാണ് സത്യം, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോട്ട്. അല്ല വെറുതെ ഒരു രസത്തിന് അങ്ങനെ നമ്മൾ അങ്ങനെ കാണിടുമല്ല. ഒരു മിനിറ്റ്, തെക്കേ വാർഡിലെ മെമ്പർ ജയം വിളിക്കും. ഇല്ല, വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. ജയ ഓക്കെളിയാ ഡീ, നീ കുറച്ച് ചപ്പാത്തിയും ഡാലിയറി ഉണ്ടാക്കി ഞാൻ പറഞ്ഞു. തടിയൊക്കെ നന്നാക്കാൻ പോവല്ലേ? തടി നന്നാക്കാൻ പോണല്ല. ജയ അവിടുന്ന് വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയപ്പോഴേ ജംഗ്ഷനില് ഒരു പഞ്ചാബി ഊരോ പേരോ വഴിയൊന്നും അറിഞ്ഞൂടാ, തലറങ്ങി കിടക്കണെന്ന്. നൈസാ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരട്ടാ. എന്തോ മനുഷ്യ വള്ളുവനാടൻ പിടിച്ച പോലെ പഞ്ചാബി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എടി നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? വള്ളുവനാടൻ രീതിയിൽ ഒരു ഹിന്ദി അങ്ങോട്ട് കാച്ചിയാ പോരെ. നീ പോയി ചപ്പാത്തിയും ഡാലിയറി ഉണ്ടാക്കടി, ഞാൻ പോയി പഞ്ചാബി വിളിച്ചോണ്ട് വരട്ട്. സന്ധ്യ വെറും പപ്പനല്ലടി, പരോപകാരം പപ്പൻ. നല്ല ഉഷാറായിട്ടൊരു കൈഡി, നല്ല സ്കിറ്റായിരുന്നു. കൊള്ളാം, നന്നായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഫാസ്റ്റായിട്ട് നല്ല ടെമ്പോയിൽ എന്താണ് മാറ്റർ എടുക്കുന്നത് ആ മാറ്ററിനനുസരിച്ചുള്ള ടെമ്പോ നിങ്ങൾ സ്കിറ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ഈ സാധനം കൊണ്ടുപോയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. കാര്യം തുടക്കം മുതൽ അവസാനം വരെ ഒരേ മീറ്ററിൽ തന്നെ നിന്നു. പിന്നെ ബാലേട്ടൻ എത്ര പ്രാവശ്യം കണ്ടു? ബാലേട്ടൻ സിനിമ എത്ര പ്രാവശ്യം കണ്ടു? പണ്ട്. അല്ല, അതിൻ്റെ ഒരു മാറ്റർ ആണെങ്കിൽ പോലും നിങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടേതായിട്ടുള്ളത് തന്നെയാണ്. അതിൽ നിന്നൊന്നുമില്ല. ആ ഒരു സാധനം കാര്യം എത്ര നമ്മൾ അനുഭവങ്ങൾ ഉണ്ടായാലും നമ്മൾ വീണ്ടും അത് തന്നെ ചെയ്യും എന്നുള്ളൊരു മാറ്റർ, അതിൻ്റെ ത്രെഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പോലെ എന്നല്ല, അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ത്രെഡാണ്. പക്ഷേ നിങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നിങ്ങളതായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് അത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം, ബാലേട്ടനെ മാറ്റിവെക്കാം. എങ്കിലും ബാലേട്ടന് ഈ സൈഡ് വഴി എതിലെയോ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിൽ കരുതുക, അത്രയേ ഉള്ളൂ. നന്നായിരുന്നു, 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു. കൗണ്ടർ കാർഡിലുപരി നിങ്ങളുടെ കളിയുടെ ഫാസ്റ്റിന് നമുക്ക് ഒരു ബോറിങ് ഫീൽ ചെയ്യത്തില്ല. അത്ര മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും അവതരിപ്പിച്ചു. സൂര്യ കൊള്ളായിരുന്നു, ബിജു കൊള്ളായിരുന്നു, സുധീഷും കൊള്ളായിരുന്നു, എല്ലാവരും കൊള്ളായിരുന്നു. ഓക്കെ, മൊത്തത്തിൽ കൊള്ളായിരുന്നു, നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈ സ്കിറ്റ് 6th ഗിയറിൽ തുടങ്ങി 6th ഗിയറിൽ തന്നെ അവസാനിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പവർ ഒട്ടും കുറയേണ്ട ഒരു ഏരിയ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പതുക്കെ പതുങ്ങുന്ന സമയം പോലും നിങ്ങൾ നല്ല ഹൈ പിച്ചിലാണ് കളിച്ചിരിക്കുന്നത്. സുധീഷ് അച്ഛനും മകനുമായിട്ട് ഇതിനകത്ത് അഭിനയിക്കാൻ പറ്റി എന്നുള്ളൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇത് സുധീഷ്. അങ്ങനെ 2-3 ചെയ്യുവാൻ. പിന്നെ ബാലേട്ടൻ മാത്രമല്ല കേട്ടോ, ഇതേപോലെ പല സിനിമകളും നെറ്റിപ്പട്ടമുണ്ട്. ശ്രീനിവാസൻ ചേട്ടൻ അഭിനയിച്ചു, അതും ഇതേപോലെ പരോപകാരത്തിൻ്റെ പല സിനിമകളും വന്നിട്ടുള്ളതാണ്. പക്ഷെ ആ സിനിമയുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത നിങ്ങളുണ്ടാക്കിയ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്കിറ്റാണ് ഇതിനകത്ത്. കൗണ്ടറുകൾ ഇങ്ങനെ കടക്കാന്ന് പറഞ്ഞുള്ള കൗണ്ടറുകളാണുള്ളത്. ഏത് കൗണ്ടറാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. മുട്ട തിന്നുന്നത് ഉൾപ്പെടെ അയാൾ ഒരു ആക്രാന്തമാണെന്നുള്ള പുള്ളി നിങ്ങൾ തെളിയിച്ചു, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ തെളിയിച്ചു. പിന്നെ ഞണ്ടിൻ്റെ കാര്യം, ആ ക്ലിപ്പെടുത്ത് തിന്നു എന്നുള്ള പറയുന്ന സാധനം, അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോയ ഒരു ഏരിയ ആണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, കാശ് കടം കൊടുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ കൊടുത്ത് കിട്ടാതെ വരുമ്പോൾ പറയും ഞാൻ ഇനി ഏർപ്പാട് നിർത്തി. ഇങ്ങനെയുള്ള കുറെ ആളുകൾ കാരണം നല്ല സ്വഭാവമുള്ള ആളുകളുടെ പോലെ നല്ല സ്വഭാവങ്ങൾ നിർത്താറുണ്ട്. അതും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഒരു കടവും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ അവസാനമായപ്പോൾ 4 കാലിൽ തന്നെ വീണു എന്നുള്ളതാണ്. നിങ്ങൾ വീണ്ടും പരോപകാരം. ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു ഹിന്ദിക്കാരനായതുകൊണ്ട് ഒരു ഹിന്ദി ഡയലോഗ് പറഞ്ഞ് പോകുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഹിന്ദി ഡയലോഗിൽ ഒരു കൗണ്ടർ അടിച്ച് ഫിനിഷ് ചെയ്താൽ കുറച്ചുകൂടെ പവർ കിട്ടിയേനെ. കാരണം ഹിന്ദിക്കാരൻ്റെ അടുത്ത് മലയാളം നോക്കിയിട്ട് കൗണ്ടർ കിട്ടില്ല. ഓക്കെ ജാവോ എന്നൊക്കെ പറഞ്ഞത് ഫിനിഷ് ചെയ്ത് കുറച്ചുകൂടെ രസം വന്നേനെ. പക്ഷെ കുഴപ്പമില്ല, എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. നല്ല ബിജുവിൻ്റെ കാര്യവും നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, അറിയാമല്ലോ. നല്ല പവറിൽ, നല്ല 6th ഗിയറിൽ തുടക്കം മുതൽ അവസാനം വരെ പോയി സൂപ്പറായിരുന്നു. താങ്ക് യു ബിജുക്കോട്ട ചേട്ടാ.
നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ പഞ്ച് നല്ല പഞ്ചുണ്ടായിരുന്നു. നല്ല നിങ്ങൾ തമ്മിലുള്ള മൂന്നുപേരും കോമ്പിനേഷൻ ഭയങ്കര ത്രില്ലുണ്ടായിരുന്നു കാണാൻ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 25% എനിക്ക് തോന്നുന്നു എനിക്ക് നമ്മളാ പ്രതീക്ഷക്കൊത്ത ഇപ്പം ഈ ലാസ്റ്റ് വന്നില്ലേ ആ ഒരു പഞ്ച് ഒരു 25% ഉണ്ടായില്ലെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛൻ്റെ രണ്ടാമത്തെ വരവ് തുടങ്ങിയിട്ട് സാധനം നന്നായിട്ട് അടിച്ച് കയറി. പിന്നെ നിങ്ങൾ മൂന്നുപേരും മകൻ വന്നില്ലേ, അത് ആയപ്പോഴേക്കും നല്ല ഹൈ റേഞ്ചിലായിട്ടോ സാധനം. കാരണം എനിക്ക് തോന്നുന്നത് പതുക്കെ പൊട്ടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല സ്കിറ്റായിരുന്നു. ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കൗണ്ടറുകൾ ഇത്തിരി കുറവുണ്ടായിരുന്നു ആദ്യ ഭാഗത്ത്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവും ഒരു ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടാവും, നല്ലവനായ ആള്. എനിക്ക് ഈ മണിച്ചേട്ടൻ്റെ കേസ് എടുക്കുമ്പോൾ എനിക്ക് നേരിൽ ഞാൻ അനുഭവിച്ചൊരു സംഭവമാണ്. കാരണം മലയാളി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പുള്ളി നായകനാണ്, പുള്ളിയുടെ കൂടെ ഞാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയലിലാണ് ഒരു ഫൈറ്റ് സീൻ 4-5 ദിവസം എടുക്കണം അവിടെ ചെടിയിലൊക്കെ കിടന്നിട്ടുള്ളത്. ആദ്യത്തെ ദിവസം അതിൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കും, ഇത്തിരി സ്മോൾ അടിച്ചിട്ടാണ്, രാവിലെ തന്നെ സ്മോൾ അടിക്കും പുള്ളി. അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുമല്ലോ മണിച്ചേട്ടൻ. അപ്പം മണിച്ചേട്ടൻ്റെ അച്ഛനെ പോലെ പുള്ളിക്ക് തോന്നി, മണിച്ചേട്ടന് തോന്നി, മണിച്ചേട്ടൻ്റെ അച്ഛൻ നിൽക്കണ പോലെ ഇങ്ങനെ തോന്നി. അപ്പം മണിച്ചേട്ടൻ്റെ കാര്യം അറിയാമല്ലോ, ഇതുപോലെ തന്നെ ഉപകാരിയാണല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ച് പുള്ളി പേരെന്താണെന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പേരൊക്കെ ചോദിച്ചു, പുള്ളിക്ക് ഭയങ്കര പറ്റാണ്. അപ്പോൾ മണിച്ചേട്ടൻ ഞാൻ എന്തിനിങ്ങനെ കുടിക്കണേന്ന് ചോദിച്ചാൽ പറഞ്ഞ് 3 പെൺമക്കളാണ്, അതിൻ്റെ പേരിൽ പാറപ്പണിക്കാരനാണ്, നല്ല വയസ്സുണ്ട് എന്നാലും പാറപ്പണിക്ക് പോകും, അങ്ങനെയാണ്. അപ്പോൾ ഈ പുള്ളി ചോദിച്ച് എൻ്റെ അച്ഛനെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരാമോ എന്ന് ചോദിച്ചു. കുടി നിർത്തണമെന്ന് പറഞ്ഞ്. അല്ല, കുടി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അത് കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നും പറഞ്ഞ് പുള്ളിയുടെ കൂടെ കൂട്ടി. എന്നിട്ട് പുള്ളി പറഞ്ഞെന്താന്ന് ഡിമാൻഡ് എന്താണെന്ന് അറിയാമോ, എൻ്റെ മോളെ ഒരാളെങ്കിലും കല്യാണം കഴിച്ച് എനിക്ക് കാണണം. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ്. അപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞ് ആദ്യത്തെ മോളുടെ രണ്ടാമത്തെ മോളുടെയും കല്യാണത്തിന് ഞാൻ വരാം, ചേട്ടൻ കുടി നിർത്തണമെന്ന് പറഞ്ഞ്. ഈ പുള്ളിക്കാരൻ കുടി നിർത്തി. അങ്ങനെ നമ്മൾ കണ്ട 5 ദിവസമായപ്പം പുള്ളി പക്കേ. പുള്ളി ഹോട്ടലിലൊക്കെ വരും, പുള്ളിനെ എനിക്ക് പോകണ്ടേ, ഷൂട്ടിങ്ങിന് പോകണ്ടേ, ചേട്ടൻ്റെ കൂടെ പുള്ളി. അവസാനം പുള്ളിയുടെ 3 പേരുടെയും കല്യാണത്തിന് പോയെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നീട്. അപ്പോൾ അങ്ങനെ മണിച്ചേട്ടൻ്റെ കേസാണ്, മണിച്ചേട്ടൻ എന്തായാലും ചെയ്യും. അപ്പോൾ ഈ പരോപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും ഉള്ള ഒരു റയറായിട്ട് അല്ലെങ്കിൽ നശിഞ്ഞു പോയ ഒരാളല്ല, എല്ലാവരും എപ്പോഴും ഉണ്ട് സംഭവം. ക്ലൈമാക്സ് ഒക്കെ നല്ല കറക്റ്റ് തന്നെയാണ്. ഇവർ ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും ഇവർക്ക് ഉപകാരമായിരിക്കും. വീട്ടിൽ ചിലപ്പോൾ പട്ടിണിയായിരിക്കും, ഇയാൾ കഞ്ഞി പിടിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ചെയ്യും. അത് കറക്റ്റായിട്ട് ബിജുവും സൂര്യൻ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ അപ്പച്ചൻ്റെ വരവും കാര്യങ്ങളും സുധീഷ് രണ്ടും നല്ല വെറൈറ്റി ആയിട്ട് ചെയ്ത്. കാരണം കോസ്റ്റ്യൂമും ഇപ്പോഴത്തെ പിള്ളേരുടെ ഷർട്ടും മറ്റേ അച്ഛൻ്റെ വിഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് തോന്നുകയും ചെയ്ത്. അത് 2 കഥാപാത്രങ്ങളും നന്നായിട്ട് ചെയ്തു. 3 പേരും നല്ല ഗ്രാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഒരു നന്മയുള്ളൊരു സ്കിറ്റായിരുന്നു. അതിനകത്തൊരു നന്മമരമുണ്ട്. അത് ഈ നമ്മുടെ നാട്ടിൽ ഈ നന്മയുള്ള മനുഷ്യരെ കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നതിൽ പ്രത്യേക ഒരു കയ്യടി. താങ്ക് യു. അപ്പൊ അതിന് അനുസരിച്ചുള്ളൊരു എമൗണ്ട് അക്കൗണ്ടിൽ കൊടുത്താൽ മതി. അച്ഛന്റെ മകൻ തന്നെ മകന് ഈ പറഞ്ഞ പോലെ കാശടിച്ച് മരുന്ന ആളാ. അതിന്റെ ആശുപത്രി കേസിന് 2000 രൂപ വന്നപ്പോ തന്നെ വാങ്ങിച്ചോണ്ട് പോയെ. അപ്പൊ പുള്ളിക്ക് അടുത്ത പരോപകാരം ചെയ്യാൻ ആവശ്യത്തിനൊരു കാശ് കൊടുക്കണം. ആരാണ് ആദ്യം? ഞാനൊരു 11,000 രൂപ കൊടുക്കാം. 11,000 രൂപ. ഞാനൊരു 12,000 രൂപ കൊടുക്കും. അപ്പം 12, 20, 23,000 രൂപ ആയിട്ടുണ്ട്. പ്രശ്നമായിട്ടാ അവിടെ തരാം. അയച്ചോ. 65,000 രൂപ. നല്ല പോണാണ്. ഒരുപാട് പേർക്ക് ഇനി പരോപകാരം ചെയ്യാനുള്ളതുണ്ട്. ഇനി അടിച്ചോണ്ട് പോകണം. ഓക്കെ സൂര്യ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നമ്മൾ സ്കിറ്റ് അല്ല, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഒരു പാട്ടാണ്. 1-2 ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ. നമ്മുടെ ഐറ്റം വേറില് പല പല മേഖലയിൽ നിന്ന് പല പല ഏജിൽ ഒരുപാട് ആൾക്കാർ വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഈ മേഖലയിൽ നിന്ന് മാത്രം ഒരുപാട് ആൾക്കാർ അങ്ങനെ വരാറില്ല. വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. അതേത് മേഖല? അത് ബിജു കുടച്ചേട്ടൻ്റെ വളരെ അടുത്ത പരിചയമുള്ള മേഖലയാണ്. പല പല സാഹചര്യത്തിൽ ഇവരുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിലൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം. അദ്ദേഹത്തെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പ്രൊഫൈൽ ഒന്ന് കാണാം. ഓക്കെ, വീഡിയോ പ്ലീസ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിന്നോണമോ പൂമാനമായി നിൻരാഗമോ ഭൂപാളമായി എന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ. എന്തായാലേ അല്ലേ, കാണുമ്പോൾ നമുക്ക് വളരെ നിഷ്കളനായിട്ട് ഒരു പാവം ചേട്ടനായിട്ട് തോന്നൂലേ. അദ്ദേഹത്തെ കാണുമ്പോൾ
ആ റെസ്പെക്ട് കാരണം നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. അതെന്താ? അത് അദ്ദേഹം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വിളിക്കട്ടെ? ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറിലേക്ക് ലെറ്റ്സ് വെൽക്കം മൃത്യുഞ്ജയൻ സാർ. ഓടരുത്, ഇത് അതിനല്ല വന്ന പിച്ചുകൂടെ ചേട്ടാ. പിച്ചുകൂടൊന്ന് എഴുന്നേക്കട്ടെ. ഇതാണ് ആലുവ എടത്തല സ്റ്റേഷനിലെ SI മൃത്യുഞ്ജയൻ സാർ. ഒരു നല്ല കൈഡി സാർ. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. നസീർക്ക ഇനി ഇടത്തല ഭാഗത്തോട്ട് ധൈര്യമായിട്ട് നമുക്ക് പാസ് ചെയ്യാം. തീർച്ചയായിട്ടും. എനിക്ക് മനസ്സിലായി എന്താണ് ഞാനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. കാരണം ഈ കേരള പോലീസ് എന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, ഞാൻ പോകാറുള്ളൂ. അതായിരിക്കും. പക്ഷേ രാത്രി 9 മണിക്ക് ശേഷം വഴി വെച്ചിട്ടാന്നേ ഉള്ളൂ ആ ഇൻവിറ്റേഷൻ കിട്ടാറുള്ളത്. അല്ല, ചില സമയത്ത് നമ്മൾ രാത്രി വിളിച്ചിട്ട് നാളെ രാവിലെ വരാൻ പറയും. മനസ്സിലായി. സ്വാഭാവികം. ആലുവ എടത്തല ഭാഗത്ത് നിന്ന് കാണാൻ ഇദ്ദേഹത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ രാവിലെ പറഞ്ഞ പരിപാടിയില്ല, ഇപ്പൊ അപ്പൊ തന്നെ പറഞ്ഞു വിടുകയാണ്. പൈനൽപ്പിച്ചു വിടുകയാണ്. അല്ല സാറ് എവിടെയാ സ്വദേശം? എവിടെയാണ് സ്വദേശം? ഉദയംപേരൂര്, തൃപ്പൂണിത്തുറ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് ഗായകരുണ്ട്. നമ്മുടെ ഒരു ശങ്കർ ഉണ്ട്, അദ്ദേഹം CI അനന്തലാൽ ഉണ്ട്. ആനന്ദലാൽ സാറിന് അറിയാം. അങ്ങനെ ഒരുപാട് പേര് ഈ കലാകാരന്മാരായിട്ടുള്ളവരുണ്ട്. ആനന്ദലാൽ സാറൊക്കെ കൂടിയിട്ട് എറണാകുളത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ട് 2-3 വർഷം മുമ്പ്. നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഒരു ഗാനം അങ്ങ് കേട്ടിട്ട് അതെ ബാക്കി വിശേഷത്തിൽ എന്നിട്ട് ആ പാട്ട് അങ്ങോട്ട് കേട്ടിട്ട് നമുക്ക് വിശദമായിട്ട് സാറിന്റെ കലാജീവിതത്തെ പറ്റി നമുക്ക് അറിയാം. അതെ. ഏതാ സാറേ പാട്ട്? ശ്രീരാഗം വന്നപ്പോ നമ്മൾ വീഡിയോയില് കേട്ട പാട്ട്, അതിലങ്ങോട്ട് തുടങ്ങാം. അതെ. ഓക്കെ, ഒരു നല്ല കൈഡി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻപന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിന്നോണമോ ഭൂപാലമായി, നിരാഗമോ ഭൂപാളമായി, എന്നിൽ നീ പുലർന്നയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻപന്തിയിൽ. పదని పమగరి గమ పదని సరి మగరి సరి ద పమగరి గమ పద సరి గమ సరి గమ పక్కన సరి గమ ప దని ద పద ధని గరి నీ నిద మగరి సరి గమ గమ ప గమ పద గమదని గరి నిద సని నిద దప గరి నిద సని నిద దప గరి నిద సని నిద దప గరి సని దప సరి గమ పరి గమ పద ని గరి సని దని స నిద ప సని దప ద దిగ పద స దిగ మ పని స దిగ మ పక్కన. പൊൻതളികയിൽ പാൽപായസ ചോറുണ്ണുവാൻ പിന്നെയും പൂങ്കൈതലായി കൊതി തുള്ളി നിൽക്കുവതിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീട്ടുവാൻ ഇനിയും ഈ തുടികളിൽ കളിയാടാൻ മോഹം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻപന്തിയിൽ.
പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴി നീരാടി നാം പുത്തിലങ്ങിച്ചോട്ടിൽ മലർമൊത്തു കോർക്കാൻ പോകാൻ ആനകേറാമേട്ടിൽ ഇനിയായിരത്തിരി കൊളുത്താൻ ഇനിയുമീ കഥകളിൽ ഇളവേൽക്കാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതണ്ടിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്മൗനമോ പൂമാനമായി നിരാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലകന്യയായി ശ്രീരാഗം തേടുന്നു നീ വീണതൻ പൊൻതണ്ടിൽ. ആഹാ ആടി. അടിപൊളി അടിപൊളി. അത് ആദ്യം എടുത്തത് തന്നെ ഹെവി പാട്ട് തന്നെയാണല്ലോ എടുത്തത്. ഭയങ്കര പാടുള്ള ഒരു പാട്ടല്ലേ ഇത്? അതെ അതെ. സാറ് സംഗീതം പഠിച്ചിട്ടുണ്ടോ? സംഗീതം ഒരു 5 വർഷം പഠിച്ചിരുന്നു. 17 വയസ്സ് തുടങ്ങിയിട്ട് പഠിച്ചു. പിന്നെ ജോലി വന്ന് ഇത് സ്റ്റോപ്പായി. പിന്നെ 2 തവണ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോയി. ജോലിയുടെ തിരക്കും ഇതുകൂടി നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരു. ഈ ജോലിയിലേക്ക് വരുന്നതിന് മുമ്പ് സാർ പ്രൊഫഷണലായിട്ട് പാടിക്കൊണ്ടിരുന്ന ആൾ? ഒരു 2-3 വർഷം ഞാൻ പ്രൊഫഷണലായിട്ട് അന്ന് ഹിന്ദി പാട്ടൊക്കെ പാടി. ഒരു 20-22 വയസ്സൊക്കെ ഉള്ള സമയത്ത് കൊച്ചിൻ ബീറ്റേഴ്സ്, അങ്ങനെ വളരെ കുറച്ച് പരിപാടി. പിന്നെ തൃപ്പൂണിത്തുറ ബേസ് ചെയ്തിട്ട് കുറച്ച് ചെറിയ ചെറിയ ട്രൂപ്പുകളിലൊക്കെ പാടിക്കൊണ്ടിരുന്നു. മൈക്ക് ബാലൻസ് ചെയ്യുന്ന കാണുമ്പോൾ അറിയാം നമുക്ക് പ്രൊഫഷണലായിട്ട് നല്ല ബന്ധമുള്ള ആളാണെന്ന്. പിന്നെ ഒരല്പം നെർവസ് ആയിരുന്നു. ഇതുപോലൊരു ഫ്ലോറിൽ, ഇപ്പൊ ഇത്രയും വലിയൊരു ഫ്ലോറിൽ ആദ്യമായിട്ടാണ്. പിന്നെ ഇത്രയും വലിയ കലാകാരന്മാരും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ പാടിയപ്പോഴുള്ളൊരു ചെറിയൊരു നെർവസ്. ഇത്ര വലിയ ഫ്ലോർ ആണെങ്കിൽ ഇരിക്കുന്ന എല്ലാം പാവങ്ങളാ സാറേ, മൊത്തം പാവങ്ങൾ അവിടെ ഇരിക്കും. ഗംഭീരമായിട്ട് പാടി. നേരത്തെ പാട്ടാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറലായി പാട്ട്. റീൽസിലൊക്കെ ഒരുപാട് അതെ അതെ യൂസ് ചെയ്യുന്ന പാട്ടായി ഭയങ്കര. കാരണം ഞാനിത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അതൊന്നും മിണ്ടാതിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഒരു നല്ല ജുബയും ഒരു അസവും മുണ്ടൊക്കെ കൊടുത്ത് ഇദ്ദേഹം വന്നിരുന്നെങ്കിൽ ഗംഭീരമായി പോയനെ. അല്ല ഇതാണ് ഇത് എങ്ങനെ പാടുമ്പോഴല്ലേ രസം. കാണാമല്ലോ, നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണോ? പ്രസാദം പോലീസ് സ്റ്റേഷനിലാണെന്നാണ് വിചാരിച്ചാണ്. അതാ കയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത കേൾക്കാം, അടുത്ത പാട്ട് കേൾക്കാം. അപ്പൊ നമുക്ക് അടുത്ത ഒരു പാട്ടോടായാലോ സാറേ? അതേത് പാട്ടാ? ജോൺസൺ മാസ്റ്റർ ഒരു പഴയൊരു മെലഡിയാണ്, അനുരാഗിണി എന്ന് പറഞ്ഞൊരു സോങ്. ഓക്കെ, ആവാം. ഒരു നല്ല ഐഡിയ ആവാം. അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ
തുഷാരമേഘങ്ങൾ കായലിൽ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദി കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമമോഹം നീയറിഞ്ഞു മമമോഹം നീയറിഞ്ഞു അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ മൈനകൾ പദങ്ങൾ പാടുന്നു കൈതകൾ വിലാസമാടുന്നു മൈനകൾ പദങ്ങൾ പാടുന്നു കൈതകൾ വിലാസമാടുന്നു കനവില്ല കതിരാകുവാനെന്നുമിൻ്റെ തുണയാകുവാൻ പ്രിയതേ അനുവാദം നീ തരില്ലേ അനുവാദം നീ തരില്ലേ അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ അടിപൊളി ചേട്ടാ. ഓ മനോഹരം ഗംഭീരായിട്ടാണ് നല്ല കാരണം ആസ്വദിച്ച് പാടാനും ആസ്വദിച്ച് കേൾക്കാനും പറ്റുന്നുണ്ടാവും. ഞങ്ങൾക്ക് ഈ കലാഭവന്റെ ഗാനമേളയുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് വേറെയുണ്ട്, അതുപോലെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഓൾഡ് ഈസ് ഗോൾഡിന്റെ മെയിൻ ലീഡറിനടുത്ത് ഞാൻ എന്തായാലും താങ്കളുടെ പേര് പറയുന്നതാണ്. കാരണം പഴയ ഗാനങ്ങളുടെ മാത്രമുള്ള ഒരു പരിപാടിയിലാണ് കലാഭവൻ പീറ്ററാണ് അത് നടത്തുന്നത്. 100% ഉറപ്പാണ്. വിളിച്ചാല് സന്തോഷം. ഇപ്പോഴും ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ഒന്നും പാടാറില്ലേ? ഹിന്ദി, തമിഴ്? ഫാസ്റ്റ് നമ്പേഴ്സ് കുറവാണ്. ഹിന്ദി പാടാറുണ്ട്, പക്ഷെ ഹിന്ദിയിലും പക്ഷെ മെലഡികളാണ് ഓട്ടോമാറ്റിക് ആയിട്ട് മെലഡിയിലേക്ക് പോകും. നമ്മുടെ മെലഡിയാണ് സാറിന്റെ ആ ശബ്ദം അങ്ങനെയാണ്, മധുരമായിട്ട് കേൾക്കാൻ പറ്റിയ ശബ്ദം. സാറെ ഫാമിലിയൊക്കെ സാറിന്റെ വീട്ടിലെ ഫാമിലി വൈഫ് 2 മക്കള് പിന്നെ അമ്മയും കൂടെ ഉണ്ട്. വൈഫ് ഡാൻസ് ടീച്ചറാണ്. വൈഫിന്റെ പേര്? വൈഫിന്റെ പേര് അനു എന്നാണ്. ശരിക്കും ഇന്ന് വരാനെന്നാണ്, കൂടെ വരാനെന്നോ. അപ്പൊ ഉച്ച കഴിഞ്ഞ അവൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ മക്കള് മോൻ ഡിഗ്രി കഴിഞ്ഞു, പിന്നെ ഇപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോള് ഭാരതമാതയില് BSc ഡാറ്റ സയൻസ് ഫസ്റ്റ് ഇയർ. അങ്ങനത്തെ പേരാ സാറേ? മോന്റെ പേര് അഭിമന്യു എന്നാണ്. അഭിമന്യു. മോളുടെ പേര് രുക്മിണി. ഓ ഭയങ്കര പേരാണല്ലോ, മൃത്യുജയൻ. അതെ അതെ. രുക്മിണി. എന്റെ അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടി എന്നാണ്. ലക്ഷ്മിക്കുട്ടി. അപ്പം അടുത്തേക്ക് അല്ലേ? അടുത്ത ഏത് ഗാനമാ? കുറച്ചൊരു അല്പം ഫാസ്റ്റ് എന്ന് പറയാം. മെലഡി ടച്ചുള്ള ഫാസ്റ്റ് സോങ്, കുറച്ച് പഴയ വാചാലം. ഓക്കെ, കയ്യടി ആവാം. വാചാലം എൻ മൗനവും നിൻ മൗനവും
തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം 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 എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു ഒരു മണിത്തെന്നലായി താഴ്വരയാകെ തഴുകുന്നു നീ തഴുകുന്നു മണിമുളം കുഴലിത കാടാകവേ സംഗീതം തളിരിലും കുളിരിത കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം ഒരു മുളം തത്തയാൽ ഇളവേൽക്കുന്നു ഓരിലയില നുകരുന്നു ഋതുമതിപ്പൂവുകൾ താളമിടുന്നു ഹൃദയം താനേ പാടുന്നു മണിമുളം കുഴലിത കാടാകവേ സംഗീതം തളിരിളം കുളിരിത കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും വാചാലം വാചാലം ചേട്ടാ മറ്റേ ഓൾഡ് ഈസ് ഗോൾഡ് ട്രൂപ്പില് മറക്കരുത് പറയാൻ. ഇല്ല, അത് ഉറപ്പാണ്, പറയും. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇപ്പൊ നേരത്തെ പാടിയ രണ്ട് പാട്ടുകളെക്കാളൊക്കെ വെറൈറ്റി ആയിരുന്നു ഈ പാട്ട്. സാർ ഇപ്പം ഫീൽഡിൽ എത്ര വർഷമായി ഇതിൽ ഈ പോലീസില് 27ാമത്തെ വർഷം 27 വർഷം 7 വർഷം. അധികം യൂണിഫോമിൽ പാടിയിട്ടില്ല ഇവിടെ. എനിക്ക് തോന്നുന്നു ഒരു സാറ് മാത്രമേ അല്ലേ വന്നിട്ട്. രണ്ടാമത്തത് ഇതിനു മുമ്പ് ഒരാള് വന്നിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തെയാണ് സാറ്. നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. അതാണ്, അത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ല സാറേ, ഞാൻ ഒരു തെറ്റിദ്ധാരണ മാറ്റി തരാട്ടാ. അപ്പൊ ഇവര് പ്രസാദം പറഞ്ഞ്, നസീർക്ക് പറഞ്ഞ്, ജീവൻ പറഞ്ഞ്, അപ്പൊ ഞാനെന്തോ കുറ്റവാളിയോ കള്ളനോ മോഷ്ടാവോ ഒന്നും അല്ലട്ടാ. അങ്ങനെ ഒരു സിഗ്നേച്ചർ ഉണ്ടല്ലോ. അങ്ങനെ നേരത്തെ എന്നെ എപ്പോഴും പോലീസുകാർ പിടിക്കുമായിരുന്നു, ഇപ്പോഴും പിടിക്കാറുണ്ട്. ഇപ്പോഴും വന്ന് നോക്കിട്ട് അങ്ങനെയെങ്കിലും നോക്കാറുണ്ട്. കാരണം അത് അങ്ങനെ ആയിപ്പോയി. കാരണം ഞാൻ കുറ്റം പറഞ്ഞതല്ല, അത് നമ്മുടെ എന്താ പറഞ്ഞ ഈ ഒരു അന്വേഷണത്തിന്റെ പേരിലൊക്കെ ആയിരിക്കും, ലുക്ക് ബേസിലൊക്കെയാണ് അത്. അപ്പൊ അങ്ങനെ ആലുവ തന്നെ എന്റെ കൂടുതൽ പിടിച്ചാണ്. ആലുവ എന്നാ പിടിച്ചാണ്. എപ്പോ കണ്ടാലും എന്നെ പിടിക്കാറുണ്ട്. ഇപ്പോഴല്ലേട്ടാ, നേരത്തെ എപ്പോ കണ്ടാലും എന്നെ പോലീസുകാർ പിടിക്കും. അപ്പൊ ചിലപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ഷോ കാർഡൊക്കെ ഞാൻ കാണിച്ചു, നേരത്തെ പറഞ്ഞാൽ ഞാൻ ഷോ കാർഡൊക്കെ കാണിച്ചു കൊടുക്കും. സാറേ ഇത് ഞാനാണ് സാറേ. അപ്പൊ നമ്മൾ ഈ ഷോ കാർഡിൽ വെളുപ്പിക്കാൻ വേണ്ടി നമ്മളേലും വെളുത്ത ആൾക്കാർക്ക് അന്ന് പൗഡർ കൂടുതലിടും. അപ്പൊ എന്നെ കണ്ടാലും മനസ്സിലാവൂല ഷോ കാർഡിൽ ഇത് നീയല്ലല്ലോ എന്ന് പറയും. അന്ന് നമ്മൾ ഇത്തിരി മേക്കപ്പ് പൊട്ടിയൊക്കെ ഇടും, കാരണം വെളുത്തിരിക്കാൻ വേണ്ടി. അപ്പൊ ഷോ കാർഡ് കാണിക്കുമ്പോൾ ഇതും ഈ ഒറിജിനലും ഷോ കാർഡും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പിടിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, കുറച്ച് നേരം പിടിക്കുക, എന്നിട്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് അങ്ങനെ വിടും. എപ്പോഴും അങ്ങനെ പിടിക്കും അങ്ങനെ. അപ്പൊ അതാണ് ഇവർ ചർച്ചയാക്കണത്. നസീറിനെ പിടിക്കാറുണ്ട്, അങ്ങനെ എന്നെ പിടിക്കാറല്ല, വിടാറില്ലെന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു അതാണ് ഈ തമാശ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും തമാശ വേണമല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. അതെ, ഞങ്ങൾ ഹാപ്പിയാണ്.
ചെയ്യണം. സാറിനെ കണ്ടതിലും പരിചയപ്പെട്ടതിലും പ്രത്യേകിച്ച് യൂണിഫോമിൽ അതെ. സാറിന്റെ പാട്ട് കേട്ടതിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇനി സാർ പോയാലും ഞങ്ങളെ മറക്കരുത് കേട്ടോ. അതെ, വീണ്ടും വീണ്ടും ലീവ് എടുത്ത് വീണ്ടും വീണ്ടും വരിക. ടി വിയിൽ പ്രോഗ്രാം കാണാറില്ലെങ്കിൽ ഞാൻ ഫോണിൽ മിക്കവാറും ഈ കോമഡി സ്കിറ്റുകൾ ഭൂരിഭാഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ ഒരേ തവണ. അപ്പോൾ ഇവരെല്ലാവരും നേരിട്ട് കാണാനും അവരുടെയും നല്ല വാക്കുകൾ കേൾക്കാനും എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി. അതിലെല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ തിരക്കിനിടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനൊരു അത് നമുക്കൊരു വലിയൊരു ആശ്വാസമാണ്. എന്നെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്കൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ അതിനും ഈ ഫ്ലവേഴ്സ് ടി വിയോടും ഇതിൻ്റെ ക്രൂ, ജീവ, എല്ലാവരോടും നന്ദി പറയുന്നു. ഋതു, പിന്നെ എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സുജിത്ത്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, മൈക്കിള്, വാഴക്കാലമുള്ള മൈക്കിളുണ്ട്. അപ്പം എല്ലാവർക്കും ഓഡിയൻസ്, എൻ്റെ സപ്പോർട്ട് ചെയ്ത ഓഡിയൻസ് എല്ലാവർക്കും, പ്രസാദേട്ടൻ, ബിജുക്കുട്ടൻ, നസീർ സംക്രാന്തി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്കും അത് തന്നെ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് തന്നെ ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കും അഭിമാനമാണ് സാർ വന്ന് പാടിയിൽ. ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല, സാറിനെ ഇടയ്ക്ക് അതെ, തീർച്ചയായും അടുത്ത 3 പാട്ടുമായിട്ട് വരണം. ഇതിപ്പോ സ്വന്തം വീട് പ്രസാദേട്ടൻ പറഞ്ഞ കാര്യം ഒന്ന് മറക്കായിരുന്നു. അപ്പൊ നല്ലൊരു കൈഡി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ സ്കിറ്റിന്റെ സമയം, നമ്മുടെ എപ്പിസോഡിന്റെ സമയം ഏതാണ്ട് കഴിയാറായി. അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ ബൈ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. പെരുമ്പഴുതൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ 87 SSLC ബാച്ചിന് ഹായ് കൊടുക്കണം. നമ്മുടെ ഓഡിയൻസിന് സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ 3 ഒരു ഹായ് കൊടുത്തേരും അവർക്ക്. പെരുമ്പഴുതൂർ 87 SSLC ബാച്ചിലെ എല്ലാവർക്കും ഹായ്. കാര്യം അവർ നമുക്ക് നല്ല ഓഡിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. എനർജി ഉണ്ടായിരുന്നല്ലേ. അതിനൊക്കെ നെയ്യാറ്റിൻകരയിലെ കല്ലുപാലം, അവിടെ പിന്നെ ചിറ്റുടയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിലെ ഭരണവാഹികളും ഭക്തജനങ്ങളുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉഷാറായിരുന്നു. ഇതേപോലത്തെ ഉഷാർ അടുത്ത എപ്പിസോഡിലും കാണണം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് അടുത്ത എപ്പിസോഡിൽ ഇതിലും നല്ല സ്കിറ്റുകളും കോമഡികളും കൗണ്ടറുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം ഗുഡ് നൈറ്റ്.